ഷബീർ ഒമർ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഷബീർ, ഇനി ആകെ അവശേഷിക്കുന്നത് അരമണിക്കൂർ കൂടി മാത്രമാണ് ഫലസൂചനകൾ പുറത്തു വരാൻ. PV അൻവർ ഇന്ന് ഏറ്റവും അവസാനം വരെ പലതരത്തിലുള്ള കണക്കുകൂട്ടലുകളും പങ്കുവെക്കുന്നത് കണ്ടു. ശരിക്കും അൻവറിന്റെ ക്യാമ്പ് ഇനിയിപ്പോൾ വലിയ അവകാശവാദങ്ങളുടെ കഥയില്ലല്ലോ. അൻവർ ശരിക്കും കണക്കുകൂട്ടുന്നത് എന്താണ് അവസാനത്തെ പ്രതീക്ഷ? നിഷാദ്, ശരിക്കും PV അൻവർ സ്വയം അവകാശപ്പെടുന്നത് അദ്ദേഹം ഇന്നലെ രാത്രി 9 മണിക്ക് പത്രസമ്മേളനം വിളിച്ചാണ് ഒരു സർവേ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഇത്രയും ദിവസം അദ്ദേഹം പറയുന്നത് 75,000 വോട്ട് പിടിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നലെ 75,000-ന്റെ കണക്ക് പറഞ്ഞില്ല. പക്ഷേ സർവേ നടത്തിയതിൽ താൻ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന അവകാശവാദമാണ് അദ്ദേഹം ഉന്നയിച്ചത്. എന്നാൽ TMC ഇക്കാര്യത്തിൽ മറ്റൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. പാർട്ടി എന്ന നിലയ്ക്ക് മറ്റൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. പരമാവധി ചുരുങ്ങിയത് 25,000 വോട്ടെങ്കിലും PV അൻവർ നേടും എന്നാണ് അവരുടെ കണക്ക്. ചുരുങ്ങിയത് 25,000 വോട്ടുകൾ നേടുമെന്നവർ പറയുമ്പോൾ പരമാവധി എത്രയുമാകാം. PV അൻവർ പറയുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ അനുകൂലമാവുകയാണെങ്കിൽ ഒരു പക്ഷേ PV അൻവർ പറയുന്നത് ശരിയുമാകാമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ആദ്യ ഫല സൂചനകൾ വരാൻ ഈ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. PV അൻവർ ഇതുവരെ അവകാശപ്പെട്ടിരുന്നത് ഈ പറഞ്ഞതുപോലെ സർവേ നടത്തിയെന്നും മറ്റും പറയുന്നു. അദ്ദേഹത്തിന് ഇത്ര വോട്ടുകൾ ലഭിക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം തന്നെ ശരിയാണോ അല്ലയോ എന്നറിയാൻ ഈ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം എണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്താണ്. വഴിക്കടവ് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ PV അൻവർ വലിയ പ്രതീക്ഷ വെക്കുന്ന പഞ്ചായത്ത് കൂടിയാണ്. അദ്ദേഹത്തിന് കൂടുതൽ വോട്ടുകൾ ലഭിക്കുമെന്ന് കരുതുന്ന പഞ്ചായത്താണ്. ചുരുങ്ങിയത് 7,000 വോട്ടെങ്കിലും അവിടെ നിന്ന് ലഭിക്കുമെന്നാണ് TMCയുടെ കണക്ക്. അങ്ങനെ ഒരു സൂചന വരികയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റിടങ്ങളിൽ നിന്നും അത്യാവശ്യം തിരക്കേടില്ലാത്ത വോട്ടുകൾ ലഭിക്കുമെന്ന് അവർ കരുതുന്നു. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് 25,000 വോട്ടിലേക്കെങ്കിലും എത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പോലും ഈ മണ്ഡലത്തിൽ അൻവർ ഒരു നിർണായക ഘടകമാകും, ഒരു ശക്തിയാകും എന്നുകൂടി TMC കണക്ക് കൂട്ടുന്നു. മാത്രമല്ല ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പോലും PV അൻവറിന് കഴിയും. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട സംഗതി, PV അൻവർ തന്നെ പറയുന്നത് അദ്ദേഹം കൂടുതൽ സമാഹരിക്കുക അല്ലെങ്കിൽ PV അൻവറിന് കൂടുതൽ ലഭിക്കുക LDF-ലേക്ക് പോകേണ്ട വോട്ടുകളാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 തവണ അദ്ദേഹം LDF സ്ഥാനാർത്ഥിയെ ഇവിടെ നിന്ന് ജയിച്ച ആളാണ്. ആ നിലയ്ക്ക് വ്യക്തിബന്ധങ്ങൾ മണ്ഡലത്തിലുടനീളമുള്ളയാളാണ്. അപ്പോൾ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് വോട്ട് രേഖപ്പെടുത്തിയ, അതായത് LDF-ലേക്ക് പോയ വോട്ടുകൾ ഇത്തവണ കൂടുതലായി അദ്ദേഹത്തിലേക്ക് വരും. ഒപ്പം തന്നെ ചില അടിയൊഴുക്കുകൾ കൂടി ഉണ്ടാകും. UDF-ൽ നിന്നും പ്രതീക്ഷിക്കാത്ത ചില അടിയൊഴുക്കുകൾ കൂടി ഉണ്ടാകും. അത് തനിക്ക് അനുകൂലമാകും. ആ നിലയ്ക്ക് വലിയ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. എന്തായാലും PV അൻവറിന്റെ ഒതായിലെ വീട്ടിൽ അദ്ദേഹമുണ്ട്. അദ്ദേഹം കൗണ്ടിംഗ് സെന്ററിലേക്ക് പോകുന്നില്ല. ഏതാണ്ട് 9 മണിയോട് കൂടി അദ്ദേഹം പുറത്തേക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നുള്ളത് പ്രധാനമാണ്. കാരണം ആദ്യ ഫലസൂചനകൾക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുക. അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ അതല്ല ഇനിയും ഈ ആദ്യ ഫലസൂചനകൾ വന്നതിന് ശേഷവും അദ്ദേഹത്തിന്റെ അമിതാത്മവിശ്വാസം അല്ലെങ്കിൽ അവകാശവാദം തുടരുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. മറ്റിടങ്ങളിലേക്ക് പോയാൽ PV അൻവർ പറയുന്നത്, PV അൻവറിന്റെ TMC ക്യാമ്പ് പറയുന്നത് 7,000 വോട്ടുകൾ വരെ വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് മാത്രം നേടും. മറ്റൊന്ന് മൂത്തേടം പഞ്ചായത്താണ്. മൂത്തേടം പഞ്ചായത്ത് UDF വലിയ പ്രതീക്ഷ വെക്കുന്ന UDF-ന്റെ ശക്തി കേന്ദ്രമായ പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ നിന്ന് 3,500 വോട്ടുകൾ നേടും. ഒപ്പം തന്നെ ചുങ്കത്രയിൽ നിന്നും കരുളായിൽ നിന്നും 3,500 വോട്ടുകൾ ചുരുങ്ങിയത് നേടുമെന്നാണ് അവരുടെ കണക്ക്. പക്ഷേ CPM പ്രതീക്ഷ വെക്കുന്ന അമരമ്പലം പോലെയുള്ള പഞ്ചായത്തുകളിൽ നിന്ന്, അമരമ്പലം, പോത്തുകല്ല്, എടക്കര പോലെയുള്ള പഞ്ചായത്തുകളിൽ നിന്ന് 2,000 വോട്ടുകൾ മാത്രമേ ലഭിക്കൂ എന്നാണ് TMCയുടെ കണക്ക്. പക്ഷേ അത് ഏറ്റവും ചുരുങ്ങിയ കണക്കാണെന്ന് അവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ചില സംഗതികളുണ്ട്. PV അൻവർ അവകാശപ്പെട്ടതുപോലെ ഇന്നലെ ഒരു സർവേ നടത്തി അദ്ദേഹം. ഇന്നലെയല്ല, കഴിഞ്ഞ 2 ദിവസങ്ങളായി വോട്ടെടുപ്പിന് ശേഷം ഒരു സർവേ നടത്തി. സർവേയിൽ വ്യക്തമായത് PV അൻവർ ഉയർത്തിയ വിഷയങ്ങൾക്ക് രാഷ്ട്രീയത്തിനതീതമായി പിന്തുണ ലഭിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ ആ നിലയ്ക്കൊരു പിന്തുണയുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ അതിനൊരു സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. താൻ ഉയർത്തിയ വിഷയങ്ങൾ ഗൗരവതരമാണ് എന്ന് അംഗീകരിക്കുന്നവരുണ്ട്. ആ നിലയ്ക്ക് കുറേ വോട്ടുകൾ രാഷ്ട്രീയത്തിനതീതമായി തനിക്ക് ലഭിച്ചു. ഒപ്പം തന്നെ സ്ത്രീ ജനങ്ങൾക്കിടയിൽ തനിക്കൊരു സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അമ്മ പെങ്ങന്മാരുടെ വോട്ടുകൾ തനിക്ക് കൂടുതലായി കിട്ടി. നമുക്കറിയാം, നിലമ്പൂർ മണ്ഡലത്തിന്റെ പോളിംഗ് പരിശോധിച്ചാൽ കൂടുതലും വോട്ട് രേഖപ്പെടുത്തിയത് സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകളുടെ വോട്ട് തനിക്ക് അനുകൂലമായി എന്നതടക്കം അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. മറ്റു ചില ഘടകങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ കണക്കിലുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത് 75,000-ന്റെ കണക്കായിരുന്നു. ആ സമയത്ത് കൊട്ടക്കണക്കാണെന്നെല്ലാം തന്നെ ആക്ഷേപമുണ്ടായിരുന്നു. പക്ഷേ ഇത് കൊട്ടക്കണക്കല്ല, കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായി സർവേ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നാണ് PV അൻവറിന്റെ അവകാശവാദം. ഈ വാദം എത്രത്തോളം ശരിയാണ് എന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആദ്യ ഫലസൂചനകൾ വന്നാൽ എന്തായിരിക്കും PV അൻവറിന്റെ ഭാവി, ഒപ്പം തന്നെ എന്തായിരിക്കും ഈ ഫലം, വരിക്കടവിൽ എണ്ണിക്കഴിയുമ്പോൾ എന്തായിരിക്കും അന്തിമ ഫലം എന്ന സൂചനകൾ കൂടി ലഭിക്കും. എന്തായാലും PV അൻവറിന്റെ പ്രതികരണം കൂടി പ്രധാനമാണ്. ശരി, PV അൻവർ ആദ്യത്തെ ഫലസൂചനകൾ വരുമ്പോൾ എന്തു പറയുന്നത് കാണണം. ആദ്യത്തെ റൗണ്ട് എണ്ണുമ്പോൾ തന്നെ തനിക്ക് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയും, തെറ്റില്ലാത്ത ഒരു സംഖ്യ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് PV അൻവറിന്റെ പ്രതീക്ഷ. അത് ഉറ്റുനോക്കണം. എന്തായാലും 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുകയാണ്. ഇതുവരെ കാത്തിരുന്ന നിലമ്പൂരിന്റെ ഫലം എന്താണ് എന്നറിയാൻ ഇനി അവശേഷിക്കുന്നത് നിമിഷങ്ങൾ മാത്രമാണ്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 37 മിനിറ്റുകൾ കൂടി പിന്നിട്ടിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് ആകെ 23 മിനിറ്റുകളാണ്. 23 മിനിറ്റുകൾ കഴിയുമ്പോൾ
പെട്ടി പൊട്ടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വോട്ടെണ്ണൽ ആരംഭിക്കുകയാണ്. പോസ്റ്റൽ ബാലറ്റുകൾ, സർവീസ് വോട്ടുകളാണ് ആദ്യം എണ്ണുക. അതിനുശേഷമാണ് പെട്ടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് കടക്കുക. 8:30 ആദ്യത്തെ ഫലസൂചനകൾ അതിവേഗത്തിൽ വന്നു തുടങ്ങുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. പോസ്റ്റൽ ബാലറ്റുകൾ 1000 സംതിങ് വോട്ടുകൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പെട്ടി പൊട്ടിക്കുകയും വോട്ട് പുറത്തു വരികയും ചെയ്യും. ആദ്യത്തെ റൗണ്ടുകൾ 5-6 റൗണ്ടുകൾ എണ്ണുമ്പോൾ UDFന് വലിയ കുതിപ്പുണ്ടാകുമെന്നാണ് UDFന്റെ പ്രതീക്ഷ എന്നതുകൂടി കാണുക. അതങ്ങനെയല്ല, ഏറിയും കുറഞ്ഞുമാണ് ഇരിക്കുന്നതെങ്കിൽ അതൊരു വലിയ സങ്കീർണമായ പോരാട്ട ഭൂമികയായി നിലമ്പൂർ മാറിയിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യത്തെ ബൂത്തുകൾ എണ്ണുമ്പോൾ, ആദ്യത്തെ റൗണ്ട് എണ്ണുമ്പോൾ എല്ലാം ഒരു 300-400 വോട്ടിന്റെ ഭൂരിപക്ഷം നിലനിർത്താൻ UDFന് കഴിയുന്നുണ്ടെങ്കിൽ UDFന് വലിയ ഭൂരിപക്ഷത്തോടെയുള്ള അന്തിമ വിജയത്തിലേക്ക് കടക്കാൻ കഴിയുന്നതാണ് UDF ക്യാമ്പിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ. അതേസമയം LDF ആദ്യം UDF ഉണ്ടാക്കുന്ന മേൽക്കൈയെ കാര്യമാക്കിയെടുക്കുന്നില്ല. അത് കുറച്ചു കഴിഞ്ഞ് ആദ്യത്തെ 3 പഞ്ചായത്തുകൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 8 റൗണ്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് LDFന് അവരുടെ കോളത്തിൽ വലിയ സംഖ്യ ഉണ്ടാക്കി പിടിച്ചു നിൽക്കാൻ കഴിയും, പോരാട്ടം സാധ്യമാക്കാൻ കഴിയും, ചിലപ്പോൾ എഡ്ജെടുക്കാൻ കഴിയും എന്നാണ് അവരുടെ പ്രതീക്ഷ. ഒരു വലിയ ട്രെൻഡാണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ഒരു ഏകപക്ഷീയമായ ഒരു സഞ്ചാരമായിരിക്കുമോ UDF സ്ഥാനാർത്ഥിയുടെ? അതോ LDF ഇടയ്ക്കിടയ്ക്കെല്ലാം ചെക്ക് വെച്ചുകൊണ്ട് നമ്മെ ആകാംക്ഷയുടെ മുൾമുനയിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണോ? PV അൻവർ എടുക്കുന്ന വോട്ട് കണ്ട് നമ്മൾ ഞെട്ടുമോ? അതോ PV അൻവറിന്റെ ക്യാമ്പടക്കം നിരാശപ്പെടുമോ? ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വരാൻ ഇനി അവശേഷിക്കുന്നത് മിനിറ്റുകൾ കൂടി മാത്രമാണ് എന്നത് കാണുക. UDFനെ സംബന്ധിച്ച് പരമപ്രധാനമായ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് ഉറപ്പായും പറയാൻ കഴിയുന്ന ഒന്ന്. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ വിജയം അവർക്ക് സുപ്രധാനമാണ്. ഇവിടെ LDFന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സീറ്റ്, സകല സാധ്യതകളും ഉണ്ടായിട്ടും പിടിച്ചെടുക്കുക എന്നത് പ്രധാനം. പരമാവധി ഭൂരിപക്ഷം സൃഷ്ടിക്കുക എന്നത് പ്രധാനം. സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് താഴെ ജനം ഒപ്പുവെക്കുന്നുണ്ട് എന്ന് സ്ഥാപിക്കൽ പ്രധാനമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയം പ്രധാനം. PV അൻവറിനെ കൂട്ടാത്തത് തിരിച്ചടിയായി പോയി എന്നുള്ള വിമർശനം ഉന്നയിച്ചവർക്ക് അൻവറില്ലെങ്കിലും ജയിക്കാൻ കഴിയും വിധത്തിലുള്ള ജനസമ്മതി UDFനുണ്ട് എന്ന് സ്ഥാപിക്കാനത് പ്രധാനം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ കോട്ടയിൽ നടക്കുന്ന, അവരുടെ മേഖലയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടു എന്ന് തെളിയിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്.